ഇപ്പോൾ സമയം ഉച്ചയ്ക്ക് 12:30 മണിയായിട്ടുണ്ട്. ഞാനുള്ളത് കൊച്ചി സേലം ദേശീയപാതയിൽ വടക്കഞ്ചേരിക്ക് സമീപം അഞ്ചുമൂർത്തി മംഗലം എന്ന് പറയുന്ന മേഖലയിലാണ്. ഇവിടെ ഇപ്പോൾ കാലാവസ്ഥ ഏകദേശം 30 ഡിഗ്രി സെൽഷ്യസ് ആയിട്ടുണ്ട്. ഈ സമയത്ത് ഈ ഹൈവേ ഓരത്തൂടെ ഒരാൾ നടന്നു പോകുന്നത് കണ്ടാണ് നമ്മളിവിടെ എത്തിയത്. പ്രേക്ഷകർക്കൊക്കെ അല്ലെങ്കിൽ മലയാളികൾക്കാകെ അറിയുന്ന ഒരു സെലിബ്രിറ്റി തന്നെയാണ് വേണമെങ്കിൽ പറയാം അല്ലേ, ഉണ്ണിക്കണ്ണൻ മംഗലനാമ. അദ്ദേഹമാണ് ഇപ്പോൾ നമ്മളോടൊപ്പം ഉള്ളത്. എന്താണ് ഇപ്പോൾ ഈ നടത്തത്തിൻ്റെ ഉദ്ദേശം? ഇപ്പം എന്താ, കാശുള്ളവർക്ക് നടക്കില്ല. എന്നെ പോലെ ഒരാൾക്ക് വിജയ് സാറിൻ്റെ കൂടെ അഭിനയിക്കണം എന്ന് ആഗ്രഹമാണ്. ഇലക്ഷന് നിന്നുകൊണ്ട് അങ്ങനെ ചെയ്യണം. ഇനിയിപ്പോൾ ഏപ്രിലാകുമ്പോഴേക്കും ഷൂട്ടിങ് കഴിയും. ഇനി ഞാനിവിടെ ഇരുന്നിട്ട് ഞാൻ ഇവിടെ നോക്കിയിട്ട് കാര്യമില്ല. വിജയണ്ണൻ്റെ കൂടെ അഭിനയിക്കുക, വേറെ ആരും എന്നെ സഹായിക്കാനില്ല. എങ്ങനെയെങ്കിലും ഒന്ന് വിജയണ്ണൻ്റെ കൂടെ നിൽക്കുക. കാശോ പണമോ വൈറലാകാൻ വേണ്ടിയിട്ടല്ല, വിജയ് സാറിൻ്റെ കൂടെ ഒന്ന് അഭിനയിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ. വേറൊരു വഴിയില്ല. അത് ഞാൻ ഇവിടെ നിന്ന് ചെന്നൈ വരെ നടക്കാൻ വിചാരിക്കുന്നത്. ചെന്നൈ വരെ, പാലക്കാട് നിന്ന് ചെന്നൈ വരെ നടക്കാൻ? അതെ, വൈകുന്നേരം ഇവിടെ കിടക്കുന്ന റൂം എടുക്കാനുള്ള കാശൊന്നുമില്ല. വല്ല കടത്തെണ്ണയിലോ വല്ല പമ്പിലോ കിടന്ന് അങ്ങനെ പോകാനാണ്, വേറെ വഴിയില്ല. എപ്പോൾ തുടങ്ങിയ യാത്ര? ഞാൻ രാവിലെ 5:30 തുടങ്ങി തന്നെ വീട്ടിൽ നിന്ന്. രാവിലെ വീട്ടിൽ നിന്ന് ഇന്ന് രാവിലെ ആണ് തുടങ്ങി? അതെ അതെ, ന്യൂ ഇയർ ആയിട്ടാണ് തുടങ്ങിയത്. ന്യൂ ഇയർ ആയിട്ട് തുടങ്ങി. ഇനി എത്ര ദിവസവും എങ്ങനെയാകുന്നൊന്നും അറിയില്ല. എന്നെ സഹായിക്കാൻ ആരുമില്ല. വിജയിന്റെ അടുത്ത് എത്തിപ്പെടാൻ ഒരു മാർഗ്ഗമില്ലാത്തപ്പോൾ ഇങ്ങനെ ഒരു യാത്ര നടത്താൻ തീരുമാനിച്ചു. അതെ അതെ, ഈ വെയിലില്ലേ, ഈ വെയിലത്തൊക്കെ എങ്ങനെയും നടന്ന് അവിടെ എത്തുമോ? ചെന്നൈ എത്തണ്ടേ? വേറെ വഴിയില്ല. ആരും ചെയ്യാത്തൊരു വഴി കൂടെ പോയിട്ട് ഇങ്ങനെ എനിക്ക് അറിയുള്ളൂ. ആരും എന്നെ സഹായിക്കാൻ ആരുമില്ല. അപ്പോൾ ഈ യാത്ര ഇപ്പോൾ എത്ര ദിവസം ഉണ്ടാവും അങ്ങനെ എന്തെങ്കിലും ഉണ്ണിക്കണ്ണൻ തീരുമാനിച്ചില്ല? വിജയണ്ണൻ എന്ന് എന്നെ നിർത്താൻ പറയണം, അതുവരെ ഞാൻ യാത്ര തുടങ്ങും. വിജയ് ഉണ്ണിക്കണ്ണനെ വിളിക്കണം, എന്നിട്ട് യാത്ര നിർത്താൻ പറയണം, അതുവരെ യാത്ര തുടരും. അല്ലെങ്കിൽ വേറെ എന്നെ ആരും സഹായിക്കാനില്ല. പിന്നെ ആരെങ്കിലും ഫോണിൽ സംസാരിച്ച് കുറേ ആൾക്കാർ പറ്റിക്കുന്നുണ്ട്, മുതലെടുക്കുന്നുണ്ട്. അതൊന്നും ഇതായില്ല. വിജയണ്ണൻ നിർത്താൻ പറയുന്നവരെ ഞാൻ തുടങ്ങും. വേറെ വഴിയില്ല. കാൽനടയായിട്ട് തന്നെ നടക്കും ചെന്നൈ വരെ? അത് ആരെങ്കിലും ലിഫ്റ്റ് ഒക്കെ തന്നെ? ഒരിക്കലും ഇല്ല, ഒരിക്കലും ലിഫ്റ്റ് ചോദിക്കില്ല. കാൽനടയായിട്ട് മാത്രം പോവുള്ളൂ. നമ്മൾ എന്ത് ചെയ്യുകയാണെങ്കിലും സന്തോഷ് ജോർജ് ഉള്ളങ്ങനെ സാറേ, നമ്മളത് ഇഷ്ടപ്പെട്ട് ചെയ്യുകയാണെങ്കിൽ എത്ര ചെയ്താലും അത് മടുക്കില്ല പറഞ്ഞാൽ. അതേപോലെ ഞാൻ വെയിൽ കൊണ്ടാലും കുഴപ്പമില്ല, എന്ത് വെയിലല്ല മഴയല്ല, ഞാൻ ഇത് ചെന്നൈ വരെ വിജയണ്ണൻ വിളിക്കണവരെ ഞാൻ ഈ യാത്ര തുടങ്ങും. 6-7 പടം കിട്ടിയിട്ടുണ്ട്. ഇടയ്ക്കൊന്നും ബ്രേക്ക്. എനിക്ക് എൻ്റെ വീട്ടുകാരെ നോക്കണം, എനിക്ക് ചിലവിനുള്ള പൈസയും വേണം. ഈ മലയാള ഇൻഡസ്ട്രിയിൽ അഭിനയിച്ചത് ഇവിടെ തന്നെ തുടർന്നാൽ പോലെ? എനിക്ക് രജനി സാറ്, സൂര്യ സാറ്, വിക്രം മണ്ണൻ, ചിമ്പുവണ്ണൻ്റെ കൂടെയൊക്കെ അഭിനയിക്കണം. പിന്നെ മലയാളത്തിൽ ലാലേട്ടൻ, മമ്മൂക്ക, സുരേഷ് ഏട്ടൻ, ദിലീപ് ഏട്ടൻ, ടോവിനോ ചേട്ടൻ, ആസിഫിക്കറിൻ്റെ കൂടെ അഭിനയിക്കണം. തെലുങ്കിൽ പ്രഭാസണ്ണൻ, പിന്നെ അല്ലു അർജുൻ സാറ്, മഹേഷ് ബാബു, ഇവരുടെ കൂടെയൊക്കെ അഭിനയിക്കണം. എനിക്ക് വേർതിരിവൊന്നുമില്ല. വിജയണ്ണൻ്റെ കൂടെ ഒന്ന് രാഷ്ട്രീയത്തിൽ ഇറങ്ങി ഇനിയിപ്പോൾ പടമില്ല പറഞ്ഞു. അതുകൊണ്ട് സാറേ ഞാനത് ചെയ്യുന്നത്. കാശുള്ളവർക്ക് നടക്കണില്ല. പിന്നെ എന്നെപ്പോലെ ഒരാൾക്ക് കയ്യിൽ കരുതിയിട്ടുണ്ട് ഇപ്പോൾ ചെന്നൈ വരെ ഒരു 2 ഷർട്ട്, 2 മുണ്ട്, അത്രയേ ഉള്ളൂ. ഭക്ഷണത്തിനൊക്കെ എന്ത് ചെയ്യും എനിക്കറിയില്ല. എങ്ങനെ ഉള്ളതൊക്കെ വെച്ചിട്ട് ഞാൻ പോവുക. ഭക്ഷണം നിങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യാൻ കാണും കേട്ട. നിരവധി ആളുകൾ വിജയിനെ കാണാനുള്ള ഉണ്ണിക്കണ്ണൻ്റെ യാത്രയിൽ ഉണ്ണിക്കണ്ണനെ അഭിവാദ്യം പറയാനും ഉണ്ണിക്കണ്ണനെ കാണാൻ വേണ്ടിയിട്ട് പല ആൾക്കാരും ഇവിടേക്ക് എത്തി സംസാരിക്കുന്നുണ്ട്. അവർ വെള്ളവും കാര്യങ്ങളൊക്കെ വാങ്ങിത്തരുന്നുണ്ട്. എല്ലാം സപ്പോർട്ടാണ്. അതാണ് എന്നെപ്പോലെയുള്ള ഒരാൾക്കുള്ള ഭാഗ്യം. ഇതിപ്പോൾ എത്ര ദിവസം വേണ്ടി വന്നാലും യാത്ര തുടരും? വിജയണ്ണൻ ഉണ്ണിക്കണ്ണൻ നിർത്ത് പറയണവർ ഞാൻ ഈ യാത്ര തുടങ്ങും. എനിക്ക് വേറെ ഒന്നും വേണ്ട. ഈ 69 പടത്തിൽ വിജയ് സാറിൻ്റെ പുറകിലൊന്ന് നിന്നാൽ മതി. വേറെ ഡയലോഗോ പൈസയോ വേറെ ഒന്നുമല്ല. എനിക്ക് ആരും കൂടെ ഇല്ലല്ലോ, ഉണ്ണിക്കണ്ണൻ ഒറ്റയ്ക്കാണല്ലോ നടത്തുന്നത്. ആരും കഷ്ടപ്പെടുമ്പോൾ ആരും ഉണ്ടാവില്ല. നമ്മളെന്തെങ്കിലും നേടിയെടുത്തതിൻ്റെ അപ്പുറമാണ് ആൾക്കാരുണ്ടാവുള്ളൂ. ഞാൻ എൻ്റെ കഷ്ടപ്പാട്ടിൽ ആരും എനിക്ക് വേണ്ട. ഞാൻ ഒറ്റയ്ക്ക് നടന്ന് എൻ്റെ ലക്ഷ്യം അത് എത്ര കഷ്ടപ്പെട്ടാണ് വെയിലും മഴയും എന്താണെങ്കിൽ ഞാൻ കഷ്ടപ്പെട്ട് ജനിക്കുമ്പോൾ നേടിയെടുക്കും. ജനിക്കുമ്പോൾ ഒന്നുമില്ലാണ്ട് വരുന്നു, മരിച്ചു പോകുമ്പോൾ ഒന്നുമില്ലാണ്ടാണ്. നമ്മുടെ ആഗ്രഹം എന്താണോ അത് നേടിയെടുക്കുക. സപ്പോർട്ടാണോ? ഭയങ്കര സപ്പോർട്ടാണ്. അതായത് നമ്മൾ ഈ ന്യൂ ഇയർ ആയിട്ട് പല ആൾക്കാർ പല രീതിയിലുള്ള റെസൊല്യൂഷനൊക്കെ എടുക്കുന്നത് കണ്ടിട്ടുണ്ട്. പക്ഷേ ഇത്തരത്തിൽ ഒരു സ്വപ്നം നേടിയെടുക്കാൻ വേണ്ടി ഇത്തരത്തിലൊരു കഠിന യാത്ര നടത്തുന്നത് ഉണ്ണിക്കണ്ണനിലൂടെ മാത്രം നമ്മൾ കണ്ടിട്ടുള്ളൂ. ഏതായാലും ഉണ്ണിക്കണ്ണൻ യാത്ര തുടരുകയാണ്. ഇന്ന് രാവിലെ 5:30 മണിക്ക് മംഗലഡാമുള്ള ഉണ്ണിക്കണ്ണൻ്റെ വീട്ടിൽ നിന്ന് തുടങ്ങിയ യാത്രയാണ് ഇപ്പോൾ ഈ വടക്കഞ്ചേരിയെല്ലാം പിന്നിട്ട് മംഗലം ഭാഗത്തേക്കാണ് ഇപ്പോൾ എത്തിയിട്ടുള്ളത്. എത്ര ദിവസം ഈ യാത്ര നീണ്ടു നിൽക്കും എന്നുള്ള കാര്യത്തിൽ ഉണ്ണിക്കണ്ണൻ ഇപ്പോഴും പൂർണ്ണമായിട്ടുള്ളൊരു അറിവില്ല. പക്ഷേ എന്നാലും വിജയിൻ്റെ അടുത്തേക്ക് എത്തുന്നവരെ ഈ യാത്ര തുടരുമെന്നാണ് ഉണ്ണിക്കണ്ണൻ പറയുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് വിനൂസിക്കൊപ്പം റിപ്പോർട്ടർ ഇക്ബാൽ അർക്കൽ, റിപ്പോർട്ടർ, പാലക്കാട്.